ഹായ്, ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് ഡ്രൈവർ കമാൻഡ്സിനെ കുറിച്ചാണ്. നമ്മൾ സേവനത്തിനകത്ത് യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കമാൻഡ്സിനും വെബ് ഡ്രൈവർ കമാൻഡ്സ് എന്നാണ് പറയുന്നത്. ഈ വെബ് ഡ്രൈവർ കമാൻഡ്സിനെ മെയിനായിട്ടും നാലാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രൗസർ കമാൻഡ്സ്, ഗെറ്റ് കമാൻഡ്സ്, നാവിഗേഷൻ കമാൻഡ്സ് ആൻഡ് വെബ് എലമെന്റ് കമാൻഡ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ബ്രൗസർ കമാൻഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസർ കമാൻഡ്സ് എന്ന് പറയുന്നത്. മാക്സിമൈസ്, മിനിമൈസ്, ഫുൾ സ്ക്രീൻ, ക്ലോസ് ആൻഡ് ക്വിറ്റ്. ഫസ്റ്റ് ബ്രൗസർ കമാൻഡാണ് വിൻഡോ ഡോട്ട് മാക്സിമൈസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് നമ്മൾ ഓട്ടോമേഷൻ വഴി ഫസ്റ്റ് നമ്മളൊരു URL ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഒരു മിനിമൈസ്ഡ് ഫോമിലാണ് ഓപ്പൺ ആയിട്ട് വരിക. സോ നമുക്കതിൽ ഫങ്ഷൻസ് എല്ലാം ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതൊരു മാക്സിമൈസ്ഡ് ഫോമിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് വിൻഡോ ഡോട്ട് മാക്സിമൈസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫംഗ്ഷനാണ് മിനിമൈസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ സെർട്ടൺ സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ബ്രൗസർ വിൻഡോ മിനിമൈസ് ചെയ്യേണ്ട കേസ് വരാറുണ്ട്. അപ്പം ബ്രൗസർ വിൻഡോ മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് ആ ടെസ്റ്റ് കേസിൻ്റെ എക്സിക്യൂഷൻ നോക്കേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് വിൻഡോ ഡോട്ട് മാക്സിമൈസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നെക്സ്റ്റ് ഫംഗ്ഷനാണ് വിൻഡോ ഡോട്ട് ഫുൾ സ്ക്രീൻ. അതായത് നമ്മൾ വിൻഡോനെ ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഫുൾ സ്ക്രീൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. മാക്സിമൈസും ഫുൾ സ്ക്രീൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വെബ് പേജിൻ്റെ ടൈറ്റിൽ ബാർ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഫുൾ സ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ടൈറ്റിൽ ബാർ നമുക്ക് കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് ഈ സ്ക്രീനിൻ്റെ ലേഔട്ടിലായിരിക്കും നമ്മുടെ വെബ് പേജ് കാണുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഡ്രൈവർ ഡോട്ട് ക്ലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ് ഡ്രൈവറിൻ്റെ ഇൻസ്റ്റൻറ്റിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈവർ ഡോട്ട് ക്ലോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഡ്രൈവർ ഡോട്ട് ക്വിറ്റ്. അതായത് നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ് ഡ്രൈവറിൻ്റെ ഇൻസ്റ്റൻസും അതുപോലെ നമ്മൾ ഓൾറെഡി ഓപ്പൺ വെച്ചിരിക്കുന്ന വെബ് ഡ്രൈവറിൻ്റെ എല്ലാ ഇൻസ്റ്റൻസും നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇതെങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ നോക്കാം. അപ്പം പ്രാക്ടിക്കൽ യൂസ് നോക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് എല്ലാ കമാൻഡ്സും കൂടെ കോപ്പി ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് എക്ലിപ്സിനകത്ത് ഓൾറെഡി ഞാനൊരു ആമസോണിൻ്റെ URL ഓപ്പൺ ചെയ്യുന്ന കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ കോഡിലേക്ക് ഞാൻ കോപ്പി ചെയ്തിടാൻ പോവാണ്. ഓക്കെ, മാക്സിമൈസ് ഉണ്ട്, മിനിമൈസ് ഉണ്ട്, ഫുൾ സ്ക്രീൻ ഉണ്ട്. ഇനി ഞാനിവിടെ ഈ ആമസോണിൻ്റെ URL മാറ്റി ഗൂഗിളിൻ്റെ URL ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഏത് URL വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പം ഗൂഗിളിൻ്റെ കൊടുക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഗൂഗിളിൻ്റെ URL ഓപ്പണായി, മാക്സിമൈസ് ആയി, മിനിമൈസ് ആയി, ഫുൾ സ്ക്രീനായി. സേവനത്തിൻ്റെ എക്സിക്യൂഷൻ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ബ്രൗസറിൻ്റെ എക്സിക്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ എക്സിക്യൂഷൻ ഡിലേ ചെയ്ത് കൊടുക്കാം. അപ്പം ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ലോങ് വാല്യൂ സെറ്റ് ചെയ്യുക, 3000. ഓക്കെ, നമ്മൾ സിലിണ്ടത്തിനകത്ത് നോർമലി ത്രെഡ് ഡോട്ട് സ്ലീപ്പ് യൂസ് ചെയ്യാറില്ല. വെയിറ്റ് കൺസെപ്റ്റാണ് ഡിലേ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറ്. സോ ഇപ്പം നമുക്ക് ജസ്റ്റ് ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. എറർ വന്നു കഴിഞ്ഞാൽ ആഡ് ത്രോ ഡിക്ലറേഷൻ എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ ചെയ്തു. അപ്പോൾ ഞാൻ മാക്സിമൈസ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തു, 3 സെക്കൻഡ്സ് കൊടുത്തു. മിനിമൈസ് കഴിഞ്ഞ ശേഷം 3 സെക്കൻഡ്സ്, ഫുൾ സ്ക്രീൻ കഴിഞ്ഞതിന് ശേഷം 3 സെക്കൻഡ്സ്, എന്നിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഗൂഗിളിൻ്റെ URL ഓപ്പണായി, 3 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ മാക്സിമൈസ് ആയി, മിനിമൈസ് ആയി, ഫുൾ സ്ക്രീനായി, ആൻഡ് ദെൻ അത് ക്ലോസ് ആയി. അപ്പം ഇത്രയാണ് സേവനത്തിനകത്ത് യൂസ് ചെയ്യുന്ന
ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസർ കമൻറ്റ്സുകൾ.